ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോ ബെനഡിക്ട് കുംബർബാച്ച്, മാർട്ടിൻ ഫ്രീമൻ എന്നിവരുടെ ഗംഭീര പെർഫോമൻസസിലൂടെ നമ്മളിൽ പലരുടെയും ഫേവറേറ്റ് സീരീസ് ആയി മാറിയ ഷെർലോക്കിന്റെ റീക്യാപ്പ് ആണ് ചെയ്തേക്കുന്നത്. ഓവറോൾ സ്റ്റോറി റീക്യാപ്പ് ആണ്, എപ്പിസോഡ് വൈസ് ബ്രേക്ക് ഡൗൺ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കൂടാതെ നമ്മൾ യൂഷ്വലി സീരീസുകളിൽ ഓരോ സീസൺ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ക്രിയേറ്റേഴ്സ് 4 സീരീസുകളായിട്ടാണ് ഈ ഷോ ചെയ്തേക്കുന്നത്. സോ നമ്മളും അതേ ടേംസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോ. ഷെർലോക്കിന്റെ ഫസ്റ്റ് സീരീസിൽ അഫ്ഗാനിസ്ഥാൻ മിഷനിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടെ ഇഞ്ചേർഡായി ലണ്ടനിലേക്ക് മടങ്ങിയെത്തിയ ആർമി ഡോക്ടറായ ജോൺ വാട്സനെ നമ്മൾ കാണുന്നു. വളരെ ബ്രില്യന്റും എന്നാൽ വളരെ അസാധാരണവുമായി പെരുമാറുന്ന ഡിറ്റക്ടീവ് ഷെർലോക്ക് ഹോംസിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. അവർ 221B ബേക്കർ സ്ട്രീറ്റിൽ ഒരു ഫ്ലാറ്റ് റെന്റിനെടുത്ത് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവർ സുഹൃത്തുക്കളാവുകയും ഒരുമിച്ച് ക്രൈംസ് സോൾവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരുടെ ആദ്യ കേസിൽ ഷെർലോക്ക് ഒരു സീരിയൽ കില്ലറെ പിടികൂടുന്നു. ആ കില്ലറിന്റെ രീതി എന്നത് അയാൾ ആളുകളെ കൊണ്ട് 2 പിൽസിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും. അതിലൊന്ന് സുരക്ഷിതമായതും മറ്റൊന്ന് പോയിസൺഡും ആയിരിക്കും. കില്ലർ വിക്ടിമിനെ ഇതിലൊന്ന് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും. തുടർന്ന് വിക്ടിം ചൂസ് ചെയ്യാത്ത ഗുളിക അയാൾ കഴിക്കും. എന്നാൽ അയാളുടെ ഇരകളിൽ ആരും ഇതുവരെ സേഫായ ഗുളിക തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പോൾ ശരിയായ ഗുളിക സ്വയം തിരഞ്ഞെടുക്കാൻ ഷെർലോക്ക് തന്റെ ക്ലെവർ തിങ്കിങ് ഉപയോഗിച്ച് ശ്രമിക്കുന്നു. പക്ഷെ അത് കഴിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് വാട്സൺ അവിടെ എത്തി ഷെർലോക്കിനെ രക്ഷിക്കാനായി കില്ലറിനെ ഷൂട്ട് ചെയ്യുന്നു. താൻ തിരഞ്ഞെടുത്ത ഗുളിക ശരിയാണോ എന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ ഷെർലോക്ക് ഡിസപ്പോയിന്റഡ് ആകുന്നു. കില്ലർ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടെന്നും 3 വർഷത്തിനുള്ളിൽ മരണം ഉറപ്പായിരുന്നുവെന്നും വെളിപ്പെടുന്നു. താൻ മരിച്ചതിന് ശേഷം തന്റെ കുട്ടികളെ പരിപാലിക്കും എന്ന് വാഗ്ദാനം ചെയ്ത് മോറിയാർട്ടി എന്ന മിസ്റ്റീരിയസ് വ്യക്തിക്ക് വേണ്ടിയാണ് താൻ ഈ പണി ചെയ്തിരുന്നത് എന്ന് അയാൾ വിശദീകരിക്കുന്നു. മറ്റൊരു കേസിൽ ഷെർലോക്കും വാട്സണും ചേർന്ന് ബ്ലാക്ക് ലോട്ടസ് ടോങ് എന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു ഗ്രൂപ്പിനെ തടയുന്നു. ആ ഗ്രൂപ്പും മോറിയാർട്ടിക്ക് വേണ്ടി തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ക്രൈംസ് സോൾവ് ചെയ്യാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ ഷെർലോക്കും വാട്സണും പലപ്പോഴും സ്കോട്ട്ലാൻഡ് യാർഡിലെ റിയൽ പോലീസിനെ മീറ്റ് ചെയ്യാറുണ്ട്. ഷെർലോക്ക് അങ്ങനെ എപ്പോഴും ഒന്നും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കാറില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും പോലീസിന്റെ വഴിക്ക് ഒരു തടസ്സമാകാറുമുണ്ട്. പക്ഷേ പോലീസ് ഡിറ്റക്ടീവ് ലെസ്ട്രാഡ് ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ഹൈ ഫംഗ്ഷനിങ് സോസിയോപാത്ത് എന്ന് വിളിക്കുന്നതിൽ വാട്സണോട് ഷെർലോക്കിന് ചെറിയ നീരസമുണ്ട്. മാത്രമല്ല വാട്സൺ ആളുകളോട് കൂടുതൽ ഫ്രണ്ട്ലിയും സോഷ്യലുമാണ്. പക്ഷെ ഈ വ്യത്യാസങ്ങൾക്കിടയിലും അവർ അടുത്ത സുഹൃത്തുക്കളാണ്. എത്രത്തോളം സൗഹൃദം എന്നാൽ ഒരു ഘട്ടത്തിൽ അവരുടെ ഫ്രണ്ട്ലി ഹൗസ് ഓണറായ മിസസ് ഹഡ്സൺ അവർ ലവേഴ്സ് ആണെന്ന് പോലും കരുതുന്നുണ്ട്. മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന മോളി ഹൂപ്പറിന് തന്നോട് പ്രണയമുണ്ടെന്ന് ഷെർലോക്ക് ശ്രദ്ധിക്കുന്നു. വിക്ടിംസിനെ കുറിച്ച് പോലീസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത രഹസ്യ വിവരങ്ങൾ ലഭിക്കാൻ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നു. ഷെർലോക്കിന്റെ മൂത്ത സഹോദരനും വളരെ ഉയർന്ന പൊസിഷനിലുള്ള ഗവൺമെന്റ് ഒഫീഷ്യലുമായ മൈക്രോഫ്റ്റ് ഹോംസ് ഷെർലോക്കിനെ സ്പൈ ചെയ്യാനും അത് തനിക്ക് റിപ്പോർട്ട് ചെയ്യാനുമായി വാട്സന് പണം വാഗ്ദാനം ചെയ്യുന്നു. കാരണം അയാൾ അവനെ കുറിച്ച് വളരെ വറീഡാണ്. വാട്സണും ഷെർലോക്കും വിവിധ അഡ്വഞ്ചേഴ്സിൽ ഏർപ്പെടുമ്പോൾ വാട്സന് യുദ്ധത്തിൽ നിന്നുണ്ടായ ഇഞ്ചുറീസ് പ്രധാനമായും മാനസികമാണെന്ന് ഷെർലോക്ക് മനസ്സിലാക്കുന്നു. ആവേശകരമായ കേസുകൾ പരിഹരിക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ വാട്സന് വേദനകൾ ഇല്ലാതാകുന്നുണ്ട്. ഫസ്റ്റ് സീരീസിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മോറിയാർട്ടി ഷെർലോക്കുമായി ഒരു ഡെഡ്ലി ഗെയിം ആരംഭിക്കുന്നു. അയാൾ ഷെർലോക്കിന് സോൾവ് ചെയ്യാൻ കുറെ റിഡിൽസ് നൽകുന്നു. ഏതിലെങ്കിലും ഷെർലോക്ക് പരാജയപ്പെട്ടാൽ ഒരു ഹോസ്റ്റേജ് മരിക്കും. പക്ഷെ ഷെർലോക്ക് എല്ലാ റിഡിൽസും സോൾവ് ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഇതുവരെ മറിഞ്ഞിരുന്ന മോറിയാർട്ടി സ്വയം റിവീൽ ചെയ്യുന്നു. വാട്സൺ ആണ് അയാളുടെ അവസാനത്തെ ഹോസ്റ്റേജ്. എക്സ്പ്ലോസീവ് നിറഞ്ഞ ഒരു വെസ്റ്റ് വാട്സണെ ധരിപ്പിച്ചിരിക്കുകയാണ്. മോറിയാർട്ടി കഴിവിന്റെ കാര്യത്തിൽ താനും ഷെർലോക്കിനെ പോലെയാണെന്ന് പറയുന്നു. പക്ഷെ ഷെർലോക്കിനെ പോലെ ഒരു പോലീസ് കൺസൾട്ടന്റ് ആയിരിക്കുന്നതിന് പകരം ഒരു ക്രിമിനൽ കൺസൾട്ടന്റ് ആയിരിക്കാനാണ് അയാൾ തന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത്. ഷെർലോക്ക് വാട്സണിൽ നിന്ന് എക്സ്പ്ലോസീവ് നിറച്ച വെസ്റ്റ് ഊരി മാറ്റി അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. എന്നാൽ മോറിയാർട്ടിയുടെ സ്നൈപ്പേഴ്സ് ഇപ്പോഴും അവരെ ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ സറണ്ടർ ആവുന്നതിന് പകരം ഷെർലോക്ക് തന്റെ തോക്ക് മോറിയാർട്ടിക്ക് സമീപം നിലത്ത് കിടക്കുന്ന എക്സ്പ്ലോസീവ് നിറച്ച വെസ്റ്റിലേക്ക് ചൂണ്ടി വെടിവെക്കുമെന്നും എല്ലാവരും ഒരുമിച്ച് മരിക്കുമെന്നും തിരിച്ചു ഭീഷണിപ്പെടുത്തുന്നു. ആ ഒരു പോയിന്റിൽ സീരീസ് 1 അവസാനിക്കുന്നു. ഷെർലോക്ക് സീരീസ് 2 സീരീസ് 1ന്റെ ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആണ്. മോറിയാർട്ടിക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. അത് അയാളുടെ പ്ലാൻ നിർത്തിവെക്കാനും ഷെർലോക്കിനെയും വാട്സണിനെയും ഫ്രീ ആക്കാനും പ്രേരിപ്പിക്കുന്നു. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന മൈക്രോഫ്റ്റ് ഷെർലോക്കിനോടും വാട്സണോടും ഒരു സഹായം തേടുന്നു. ഒരു ഡോമിനാട്രിക്സ് ആയ ഐറിൻ എട്ലർ എന്ന സ്ത്രീ ഒരു റോയൽ ഫാമിലി മെമ്പറിന്റെ ചില സ്വകാര്യ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കാൻ അവളുടെ ഫോൺ കണ്ടെത്തി കൊണ്ടുവരിക എന്നതാണ് ഷെർലോക്കിന്റെ ചുമതല.
ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ഷെർലോക്ക് വളരെ സുന്ദരിയും ബുദ്ധിമതിയുമായ ഐറിൻ എട്ലറെ കണ്ടുമുട്ടുന്നു. അവൾ തന്റെ ചാം ഉപയോഗിച്ച് അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. താൻ ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ലെന്ന് എട്ലർ പറയുന്നു. പകരം ചില ഡേഞ്ചറസ് ആയ ആളുകളിൽ നിന്ന് തന്നെ സംരക്ഷിക്കാൻ ആ ഫോട്ടോസ് സഹായിക്കും എന്നവൾ പറയുന്നു. ഷെർലോക്കിന് അവളെ വിശ്വസിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നതിന് മുൻപ് ഫോൺ എടുക്കാനായി CIA ഏജന്റ്സ് എത്തുന്നു. പക്ഷേ എട്ലർ ഓൾറെഡി അവർക്കായി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഷെർലോക്കിനെ സെഡേറ്റ് ചെയ്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മാസങ്ങൾക്ക് ശേഷം ഐറിൻ ഷെർലോക്കിന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് തന്റെ ശത്രുക്കൾ തന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് താൻ മോഷ്ടിച്ച ഒരു സീക്രട്ട് കോഡ് മനസ്സിലാക്കാൻ സഹായിക്കണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നു. ആ കോഡ് തന്നെ രക്ഷപ്പെടാനും സ്വതന്ത്രയാക്കാനും സഹായിച്ചേക്കും എന്നവൾ പറയുന്നു. ഷെർലോക്ക് കോഡ് സോൾവ് ചെയ്ത് അത് ലണ്ടനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വിമാനത്തിന്റെ ഫ്ലൈറ്റ് നമ്പർ ആണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് എട്ലർ ഈ വിവരങ്ങൾ മോറിയാർട്ടിക്ക് രഹസ്യമായി അയക്കുന്നു. ഷെർലോക്കിനെ കൊല്ലുന്നത് തടയാൻ സീരീസിന്റെ തുടക്കത്തിൽ ഫോണിൽ വിളിച്ചത് അവളായിരുന്നു. കാരണം ഷെർലോക്കിന് മാത്രമേ കോഡ് സോൾവ് ചെയ്യാൻ കഴിയൂ എന്ന് അവൾക്ക് അറിയാമായിരുന്നു. വിമാനം എക്സ്പ്ലോഡ് ചെയ്യിക്കാൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ചേർന്ന് മോറിയാർട്ടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആ പ്ലാൻ കണ്ടെത്തി. ഇത് തടയാനായി അവർ ഫ്ലൈറ്റിൽ ഡെഡ് ബോഡീസ് നിറച്ച് യഥാർത്ഥ ആളുകൾ മരിച്ചതായി കാണിച്ച് ടെററിസ്റ്റുകളെ പറ്റിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഐറിൻ ഷെർലോക്കിനെ കബളിപ്പിച്ച് കോഡ് സോൾവ് ചെയ്യിച്ചതിനാൽ ഇപ്പോൾ മോറിയാർട്ടിക്ക് സത്യം അറിയാം. അവൻ മൈക്രോഫ്റ്റിനെ കളിയാക്കി ചിരിക്കുകയും ഇത്തവണ താൻ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഐറിൻ തന്നെ കബളിപ്പിച്ചതാണെന്ന് ഷെർലോക്ക് മനസ്സിലാക്കുന്നു. പിന്നീട് ശത്രുക്കളിൽ നിന്ന് സേഫ് ആയിരിക്കാൻ ഗവൺമെന്റിൽ നിന്നും പണവും പ്രൊട്ടക്ഷനും ആവശ്യപ്പെട്ട് ഐറിൻ മൈക്രോഫ്റ്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഐറിന്റെ ഫോണിന്റെ കോഡ് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും എല്ലാ ഗവൺമെന്റ് സീക്രറ്റ്സും ചോർത്തിക്കളഞ്ഞ് ഷെർലോക്ക് തന്റെ സഹോദരനെ സഹായിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ഐറിൻ എട്ലറിനെ അവളുടെ ശത്രുക്കൾ കണ്ടെത്തി കൊലപ്പെടുത്തിയെന്ന് മൈക്രോഫ്റ്റ് കേൾക്കുന്നു. എന്നാൽ ഷെർലോക്ക് രഹസ്യമായി വേഷം മാറി ടെററിസ്റ്റുകൾക്കൊപ്പം നുഴഞ്ഞു കയറി അവളെ രക്ഷിച്ചിരുന്നു. ഇപ്പോൾ ലോകം വിശ്വസിക്കുന്നത് അവൾ മരിച്ചു പോയിരിക്കുന്നു എന്നാണ്. അതിനാൽ അവൾക്ക് ഡേഞ്ചേഴ്സിൽ നിന്നും മറഞ്ഞിരിക്കാനും സേഫും ക്വയറ്റുമായ ഒരു ജീവിതം നയിക്കാനും കഴിയും. അതേസമയം ഷെർലോക്കും വാട്സണും ഒരുമിച്ച് പിന്നെയും മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് തുടരുകയാണ്. വാട്സൺ തന്റെ പുതിയ ബ്ലോഗിൽ അവരുടെ അഡ്വഞ്ചേഴ്സിനെ പറ്റി എഴുതുന്നു. ഈ കഥകൾ ഓൺലൈനിൽ വളരെ പോപ്പുലർ ആവുകയും ഷെർലോക്ക് ഒരു ലോക്കൽ സെലിബ്രിറ്റിയായി മാറുകയും ചെയ്യുന്നു. അവൻ അറ്റൻഷനും പബ്ലിസിറ്റിയും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും. സെക്കൻഡ് സീരീസിന്റെ അവസാനത്തിൽ മോറിയാർട്ടി ഇംഗ്ലണ്ടിലെ ക്രൗൺ ജ്വൽസ് മോഷ്ടിക്കുന്നത് ഉൾപ്പെടെ 3 വലിയ കുറ്റകൃത്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നു. തുടർന്ന് അവൻ മനഃപൂർവ്വം പോലീസിന് പിടികൊടുക്കുന്നു. ഷെർലോക്ക് പോലും കോടതിയിൽ അവനെതിരെ വാദിക്കുന്നെങ്കിലും ജൂറി മെമ്പേഴ്സിനെ രഹസ്യമായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതിനാൽ മോറിയാർട്ടി കുറ്റവിമുക്തനാകുന്നു. സമ്പന്നരും അപകടകാരികളുമായ ക്ലയൻസിനെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ഈ ക്രൈംസ് ഒക്കെ ചെയ്ത് പിടിയിലായതെന്ന് മോറിയാർട്ടി ഷെർലോക്കിനോട് പറയുന്നു. ഏത് സെക്യൂരിറ്റി സിസ്റ്റമിലേക്ക് നുഴഞ്ഞു കയറാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് കോഡ് ഷെർലോക്കിന്റെ കയ്യിലുണ്ടെന്നും അത് ഉപയോഗിച്ചാണ് താൻ 3 കവർച്ചകളും ചെയ്തതെന്നും മോറിയാർട്ടി ക്രിമിനൽ വേൾഡിനോടായി പറയുന്നു. അടുത്തതായി അവൻ ഷെർലോക്കിന്റെ കേസുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. ഒരു മികച്ച ഡിറ്റക്റ്റീവായി പേരെടുക്കാൻ വേണ്ടി ഷെർലോക്ക് വ്യാജമായി കുറ്റകൃത്യങ്ങൾ നിർമ്മിക്കുകയാണെന്ന് അവൻ വരുത്തി തീർക്കുന്നു. അതോടെ ലെസ്ട്രാഡ് ഉൾപ്പെടെയുള്ള സ്കോട്ട്ലൻഡ് യാർഡ് പോലും ഷെർലോക്ക് കള്ളം പറയുകയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. പബ്ലിക്കിനും ഷെർലോക്കിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ പോലീസും ലണ്ടനിലെ ക്രിമിനൽസും ഒരേപോലെ ഷെർലോക്കിന്റെ പിന്നാലെയാണ്. ഷെർലോക്ക് അവന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിരാശനായി നിൽക്കുമ്പോൾ മോറിയാർട്ടി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഷെർലോക്കിന്റെ പ്രിയപ്പെട്ടവരായ വാട്സൺ, മിസസ് ഹഡ്സൺ, ലെസ്ട്രാഡ് എന്നിവരെ കൊലപ്പെടുത്താൻ റെഡിയായി നിൽക്കുന്ന കില്ലേഴ്സിനെ താൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് അവൻ ഷെർലോക്കിനോട് പറയുന്നു. കില്ലേഴ്സിനെ തടയാനുള്ള ഏക മാർഗം മോറിയാർട്ടി അവർക്കൊരു സീക്രട്ട് കോഡ് വേർഡ് നൽകുക എന്നതാണ്. പക്ഷേ ഷെർലോക്ക് മരിച്ചാൽ മാത്രമേ താൻ അത് ചെയ്യൂ എന്നവൻ പറയുന്നു. പക്ഷെ ഷെർലോക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് മോറിയാർട്ടി ഒരു തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതോടെ ഷെർലോക്കിന് തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ അവനും ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടി സ്വന്തം ജീവൻ ഉപേക്ഷിക്കുന്നു. പിന്നീട് വാട്സൺ വളരെ ദുഃഖിതനാവുകയും തന്റെ സുഹൃത്തിന്റെ മരണത്തിൽ വിലപിക്കുകയും ചെയ്യുന്നു. പക്ഷെ അയാൾക്ക് അറിയുമായിരുന്നില്ല ഷെർലോക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും രഹസ്യമായി ഒളിച്ചു കഴിയുകയാണെന്നും. സീരീസ് 3ലേക്ക് വരുമ്പോൾ മുമ്പ് പറഞ്ഞ സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം 2 വർഷം കടന്നുപോയിരിക്കുന്നു. ഷെർലോക്കും മൈക്രോഫ്റ്റും ചേർന്ന് മോറിയാർട്ടിയുടെ നെറ്റ്വർക്കിന്റെ അവസാനത്തെ കണ്ണികളെയും തകർത്തിരിക്കുന്നു. ഒപ്പം ഷെർലോക്കിനെ പറ്റി മോറിയാർട്ടി പ്രചരിപ്പിച്ചതൊക്കെ കള്ളമാണെന്നും അവർ തെളിയിച്ചു. ഇപ്പോൾ ഷെർലോക്കിനൊടുവിൽ ലണ്ടനിലേക്ക് മടങ്ങി പോകാനും തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും സാധിക്കും. അവൻ ഇല്ലാതിരുന്ന സമയത്ത് അവനുമേൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്ന മോളി കാഴ്ചയിൽ അവനെ പോലെ തന്നെയുള്ള സിമിലർ ഡ്രസ്സിംഗ് സ്റ്റൈലുള്ള ടോം എന്ന വ്യക്തിയുമായി ഡേറ്റിംഗ് ആരംഭിച്ചു. അതേസമയം ജോൺ വാട്സൺ ഇപ്പോൾ മേരി മോർസ്റ്റൺ എന്ന നഴ്സുമായി ഡേറ്റിംഗ് നടത്തുകയാണ്. അയാൾ അവളെ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷെർലോക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വാട്സൺ കണ്ടെത്തുമ്പോൾ അയാൾക്ക് വളരെയധികം ദേഷ്യം വരുന്നു. മരിച്ചു പോയതായി ഷെർലോക്ക് ഇത്രയും കാലം വിശ്വസിപ്പിച്ചതിൽ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു.
ഒരു പുതിയ ടെററിസ്റ്റ് ത്രെറ്റ് തടയാൻ ഷെർലോക്കും മൈക്രോഫ്റ്റും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വാട്സൺ ഷെർലോക്കിനോട് ക്ഷമിക്കാനും അതിന്റെ ഭാഗമാകാനും വിസമ്മതിക്കുന്നു. എന്നാൽ ഒരു മിസ്റ്റീരിയസ് വില്ലൻ വാട്സനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഷെർലോക്ക് മേരിയുമായി ചേർന്ന് അവനെ രക്ഷിക്കുന്നു. അവസാനം ഷെർലോക്ക് ആ പുതിയ ത്രെറ്റ് നിർത്തുകയും തന്നെ വാട്സൺ എത്രമാത്രം മിസ് ചെയ്തുവെന്നും കെയർ ചെയ്തിരുന്നുവെന്നും അയാളെ കൊണ്ട് തന്നെ സമ്മതിക്കാൻ ബുദ്ധിപൂർവ്വം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും വീണ്ടും ഒന്നിച്ച് ജീവിതം സാധാരണ നിലയിൽ ആകുന്നതോടെ വാട്സണും മേരിയും വിവാഹിതരാകുന്നു. വെഡ്ഡിംഗ് ഫംഗ്ഷനിലെ ബെസ്റ്റ് മാൻ ഷെർലോക്ക് ആണ്. തന്റെ പതിവ് രീതിയിലുള്ള തോട്ട്ഫുൾ സ്പീച്ചിലൂടെ വിവാഹത്തിനിടയിൽ പോലും ഷെർലോക്ക് ഒരു കേസ് സോൾവ് ചെയ്യുന്നു. വിവാഹശേഷം മേരി പ്രഗ്നന്റ് ആണെന്ന് ഷെർലോക്ക് തന്റെ ഷാർപ്പ് മൈൻഡും ഒബ്സർവേഷൻസും ഉപയോഗിച്ച് കണ്ടെത്തുന്നു. വാട്സണും മേരിയും സന്തോഷിക്കുകയും ഈ ന്യൂസ് സെലിബ്രേറ്റും ചെയ്യുമ്പോൾ വാട്സണുമായുള്ള തന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഷെർലോക്ക് തനിച്ചാകുന്നു. വെഡ്ഡിംഗ് കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം ഷെർലോക്ക് വാട്സണുമായുള്ള എല്ലാ കോൺടാക്ട്സും കട്ട് ചെയ്ത് പുതിയൊരു കേസിനായി അണ്ടർ കവറിൽ പോകുന്നു. വാട്സൺ അവനെ ഒരു ഡ്രഗ് ഹൗസിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു വരുന്ന രീതിയിൽ കണ്ടെത്തുന്നു. തന്നോട് പറയാതെ ഇറങ്ങി തിരിച്ചതിന് അയാൾ അവനോട് ദേഷ്യപ്പെടുന്നു. ഒരു പത്രം നടത്തുകയും ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ രഹസ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ചാൾസ് അഗസ്റ്റസ് മാഗ്നസൺ എന്നൊരു മീഡിയ ടൈക്കൂണിനെ നേരിടാൻ ഷെർലോക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് മൈക്രോഫ്റ്റ് മനസ്സിലാക്കുന്നു. ഷെർലോക്ക് വാട്സനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മുമ്പ് വാട്സനെ തട്ടിക്കൊണ്ടുപോയത് മാഗ്നസൺ ആണ്. അയാൾ വളരെ ഡേഞ്ചറസ് ആണെന്നും ചാലഞ്ച് ചെയ്യാൻ പോകരുതെന്നും മൈക്രോഫ്റ്റ് ഷെർലോക്കിന് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ ഷെർലോക്ക് അതനുസരിക്കുന്നില്ല. മാഗ്നസന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന ഷെർലോക്ക് പക്ഷേ മേരി വാട്സൺ അയാളെ ഗൺ പോയിന്റിൽ നിർത്തുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നു. തുടർന്ന് മേരി ഷെർലോക്കിനെ ഷൂട്ട് ചെയ്യുന്നു. ജീവൻ നിലനിർത്താൻ സ്ട്രഗിൾ ചെയ്യുന്നതിനിടെ ഷെർലോക്ക് സ്വയം തന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടെ മോറിയാർട്ടിയുടെ ഒരു വിഷൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവസാനം ഷെർലോക്ക് സർവൈവ് ചെയ്യുകയും വാട്സനോട് മേരിയെ കുറിച്ചുള്ള സത്യം പറയുകയും ചെയ്യുന്നു. താൻ മുമ്പൊരു അസാസിൻ ആയിരുന്നുവെന്ന് മേരി കൺഫസ് ചെയ്യുന്നു. പിന്നീട് അവൾ ഇപ്പോഴത്തെ പേരും ഐഡന്റിറ്റിയും സ്വീകരിക്കുകയും വാട്സണുമായി യഥാർത്ഥമായി തന്നെ പ്രണയത്തിലാവുകയുമായിരുന്നു. കാരണം അവൾക്കും ഒരു സാധാരണ ജീവിതം നയിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മാഗ്നസൺ അവളെക്കുറിച്ച് അയാൾക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിലിങ്ങിന് ശ്രമിക്കുകയാണ്. ഇപ്പോൾ വാട്സണ് അവൾ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. പക്ഷെ അവളോട് ക്ഷമിക്കാൻ ഷെർലോക്ക് അയാളെ പ്രേരിപ്പിക്കുന്നു. മേരി തന്നെ കൊല്ലാനല്ല ശ്രമിച്ചതെന്നും മറിച്ച് അപകടം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തതെന്നും അവൻ വിശദീകരിക്കുന്നു. കൂടാതെ അവനെ രക്ഷിക്കാനായി ആംബുലൻസ് വിളിച്ചു വരുത്തിയതും അവൾ തന്നെയായിരുന്നു. തേർഡ് സീരീസിന്റെ അവസാനം ഷെർലോക്കും വാട്സണും ചേർന്ന് ധാരാളം ഗവൺമെന്റ് സീക്രറ്റ്സ് സൂക്ഷിച്ചിട്ടുള്ള മൈക്രോഫ്റ്റിന്റെ ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നു. മേരിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാഗ്നസൺ ഉപയോഗിക്കുന്ന രഹസ്യങ്ങൾക്ക് പകരമായി ഈ ലാപ്ടോപ്പ് അയാൾക്ക് ട്രേഡ് ചെയ്യാൻ അവർ പദ്ധതിയിടുന്നു. എന്നാൽ മാഗ്നസൺ തന്റെ കയ്യിൽ ഫിസിക്കൽ റെക്കോർഡ്സ് ഒന്നും തന്നെ ഇല്ലെന്ന് വെളിപ്പെടുത്തുന്നു. പകരം തന്റെ കൈക്കലുള്ള രഹസ്യങ്ങളെല്ലാം അയാൾ തന്റെ മനസ്സിലും ഓർമ്മകളിലുമാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പ് തന്റെ കൈവശം എത്തിയതിനാൽ സീക്രട്ട് ഗവൺമെന്റ് ഇൻഫർമേഷൻ വിൽക്കാൻ ശ്രമിച്ചതിന് അയാൾക്ക് ഷെർലോക്കിനെയും വാട്സണെയും കൊടുക്കാം. ഒപ്പം മാഗ്നസന് തന്റെ ദുഷ്ട പദ്ധതികൾ കൂടുതൽ സ്ട്രോങ് ആക്കാനും കഴിയും. മൈക്രോഫ്റ്റും പോലീസും എത്തുമ്പോൾ തന്റെ സുഹൃത്തുക്കളെ മാഗ്നസന്റെ കൺട്രോളിൽ നിന്ന് രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഷെർലോക്ക് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. നിയമ നടപടികൾ നേരിടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായി MI6 വേണ്ടിയുള്ള ഒരു റിസ്കി മിഷൻ ഏറ്റെടുത്ത് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോകാൻ മൈക്രോഫ്റ്റ് ഷെർലോക്കിനെ അയക്കുന്നു. എന്നാൽ ഷെർലോക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് മരിച്ചുപോയ മോറിയാർട്ടിയുടെ ഒരു വീഡിയോ ബ്രിട്ടനിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്നു. ഷെർലോക്കിനെ തനിക്കൊപ്പം ഒരു അവസാന ഗെയിം കളിക്കാൻ ഡെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. ഫോർത്ത് സീരീസിൽ മോറിയാർട്ടി മരിക്കുന്നതിന് മുമ്പ് എന്താണ് പ്ലാൻ ചെയ്തിരുന്നതെന്ന് കണ്ടെത്തുന്നതിൽ ഷെർലോക്ക് ഫോക്കസ് ചെയ്യുന്നു. മോറിയാർട്ടി മരണത്തിന് മുമ്പ് നിരവധി വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. പക്ഷെ അവ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മോറിയാർട്ടിയിൽ നിന്ന് തന്നെ കൂടുതൽ സൂചനകൾക്കായി കാത്തിരിക്കുന്നതിനിടെ ഷെർലോക്ക് മൈക്രോഫ്റ്റിനും സ്കോട്ട്ലൻഡ് യാർഡിനുമൊപ്പം കേസുകൾ സോൾവ് ചെയ്യുന്നത് തുടരുന്നു. അതിലൊരു കേസ് ഷെർലോക്കിനെ ആഗ്ര എന്നൊരു സീക്രട്ട് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്നു. ഒരു ക്രിമിനൽ ആയുള്ള മേരിയുടെ പാസ്റ്റ് ലൈഫിൽ അവൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. മേരിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന അജയ് എന്ന ആൾ അവൾ ആഗ്രയെ ഒറ്റിക്കൊടുത്തുവെന്നും ടീമിലെ മറ്റുള്ളവരുടെ മരണത്തിന് കാരണക്കാരിയായി എന്നും തെറ്റിദ്ധരിക്കുന്നു. സോ അയാൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഷെർലോക്കും വാട്സണും ചേർന്ന് മേരിയെ രക്ഷിക്കുന്നു. പിന്നീട് യഥാർത്ഥ ട്രൈറ്റർ വിവിയൻ എന്ന സ്ത്രീയാണെന്ന് കണ്ടെത്തുന്നു. അവൾ സീക്രട്ട് ഗവൺമെന്റ് ഇൻഫർമേഷൻ വിറ്റുകൊണ്ടിരിക്കുകയും അത് തെളിയിക്കാൻ കഴിയുന്ന ഏതൊരാളെയും കൊല്ലുകയും ചെയ്തു വരികയായിരുന്നു. തന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടതോടെ വിവിയൻ ഷെർലോക്കിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ മേരി അവനെ രക്ഷിക്കാനായി അവന്റെ മുന്നിലേക്ക് എടുത്തു ചാടുകയും വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു. മേരിയുടെ മരണത്തിൽ ഹൃദയം തകർന്ന വാട്സൺ ഇതിനെല്ലാം ഷെർലോക്കിനെ കുറ്റപ്പെടുത്തുന്നു. അയാൾക്ക് കടുത്ത മാനസിക വേദനയും ദേഷ്യവും തോന്നുന്നു. ഇനി ഷെർലോക്കിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകർന്ന ശേഷം ഷെർലോക്ക് ഹെവി ഡ്രഗ് യൂസേജ് തുടങ്ങുന്നു. വാട്സണും വളരെ ദുഃഖിതനും ഡിപ്രസ്ഡും ആകുന്നു. തന്റെ ബേബി ഡോട്ടർ റോസ്മെന്റിനെ പരിപാലിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാൾ മേരിയുടെ വിഷൻസ് കാണുന്നു. ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് കൾവേർട്ടൻ സ്മിത്ത് എന്നൊരു സീരിയൽ കില്ലറെ പിടികൂടാൻ ഷെർലോക്ക് ഒരു കേസ് ഏറ്റെടുക്കുന്നു. തന്നെ അവസാനമായി ഒരിക്കൽ കൂടി സഹായിക്കാൻ വാട്സണോട് അയാൾ ആവശ്യപ്പെടുന്നു. പക്ഷെ വാട്സൺ ഈ റിക്വസ്റ്റ് നിരസിക്കുന്നു.
തുടർന്ന് ഷെർലോക്കിന്റെ ഡ്രഗ് പ്രോബ്ലം വഷളാവുകയും അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നു. ഷെർലോക്കിനെ കാണാൻ സ്മിത്ത് ഹോസ്പിറ്റലിൽ പോവുകയും തന്റെ കൊലപാതകങ്ങളെ കുറിച്ചുള്ള സത്യം രഹസ്യമായി പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഷെർലോക്കിനെയും ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ അയാൾ ശ്രമിക്കുന്നു. അതേസമയം മേരി മരിക്കുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ മെസ്സേജ് വാട്സൺ കണ്ടെത്തുന്നു. ആ മെസ്സേജിൽ വാട്സന് അവനെ രക്ഷിക്കാനും അതുവഴി അവരുടെ തകർന്ന ഫ്രണ്ട്ഷിപ്പ് ഫിക്സ് ചെയ്യാനും പാകത്തിന് ഒരു വലിയ റിസ്ക് എടുക്കാൻ അവൾ ഷെർലോക്കിനോട് പറയുകയാണ്. മേരിയുടെ മെസ്സേജിൽ നിന്നും ഇൻസ്പയർഡ് ആയ വാട്സൺ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന് ഷെർലോക്കിനെ രക്ഷിക്കുന്നു. പോലീസിന് സ്മിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് അയാളുടെ കുറ്റസമ്മതം താൻ രഹസ്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഷെർലോക്ക് വാട്സണോട് പറയുന്നു. അതിനുശേഷം ഷെർലോക്കും വാട്സണും വീണ്ടും സുഹൃത്തുക്കളാകുന്നു. മേരിയെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന വാട്സനെ ഷെർലോക്ക് ആശ്വസിപ്പിക്കുന്നു. സീരീസിന്റെ അവസാനം ഷെർലോക്ക് ഒരു ഫൈനൽ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അത് അദ്ദേഹത്തിന്റെ ലോങ് ലോസ്റ്റ് സിസ്റ്റർ യൂറിസിനെ കുറിച്ചാണ്. ഷെർലോക്കിനെയും മൈക്രോഫ്റ്റിനെയും പോലെ യൂറിസും ജന്മന വളരെ മിടുക്കിയാണ്. പക്ഷെ അവൾക്ക് നോർമൽ ഫീലിംഗ്സ് ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് അവൾ ഷെർലോക്കിന്റെ പെറ്റ് ഡോഗ് ആയ റെഡ് ബിയർഡിനെ കൊല്ലുകയും അവരുടെ വീടിന് തീയിടുകയും പോലുള്ള അപകടകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാരണത്താൽ അവരുടെ പാരന്റ്സ് അവളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. പിന്നീട് മൈക്രോഫ്റ്റ് അവളെ രഹസ്യമായി ഒരു ഹിഡൻ പ്രിസണിലേക്ക് മാറ്റി. മൈക്രോഫ്റ്റ് ഷെർലോക്കിനോടും വാട്സണോടും എല്ലാ കാര്യങ്ങളും പറയുന്നതിനിടെ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നു. 221B ബേക്കർ സ്ട്രീറ്റിലെ ഷെർലോക്കിന്റെ ഫ്ളാറ്റ് തകർക്കപ്പെടുന്നു. ഷെർലോക്കും വാട്സണും മൈക്രോഫ്റ്റും യൂറസിനെ സന്ദർശിക്കാൻ ജയിലിലേക്ക് പോകുന്നു. പക്ഷെ അവൾ അവിടെയുള്ള ഗാർഡ്സിനെ കബളിപ്പിച്ച് അവളുടെ ആജ്ഞകൾ പാലിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് അവർ കണ്ടെത്തുന്നു. ഗാർഡ്സ് അവരെ 3 പേരെയും ഒരു സെല്ലിൽ പൂട്ടിയിടുന്നു. മോറിയാർട്ടിയുടെ മരണശേഷം അവന്റെ വീഡിയോ മെസ്സേജസ് സൃഷ്ടിച്ചത് താനാണെന്ന് യൂറസ് അവരോട് പറയുന്നു. ഷെർലോക്കിനെ ഒന്ന് കൊച്ചാക്കാനും അവളുടെ ഡാർക്ക് പ്ലാൻസിലേക്ക് എത്തിക്കാനുമാണ് അവൾ അങ്ങനെ ചെയ്തത്. യൂറസ് ഷെർലോക്കിനെയും വാട്സണെയും മൈക്രോഫ്റ്റിനെയും ഡേഞ്ചറസ് ആയ നിരവധി ഗെയിംസ് കളിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഷെർലോക്ക് വളരെ പെയിൻഫുൾ ആയ ഒരു കാര്യം ഓർത്തെടുക്കുന്നു. അവർ കുട്ടികളായിരുന്നപ്പോൾ യൂറസ് കൊന്നത് തന്റെ പെറ്റ് ഡോഗിനെ ആയിരുന്നില്ല. അവൾ അസൂയ കാരണം കൊന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ വിക്ടറിനെ ആയിരുന്നു. ആ മെമ്മറി അത്രത്തോളം സങ്കടകരമായതിനാൽ ഷെർലോക്കിന്റെ മനസ്സ് അവനെ അത് മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ യൂറസ് വെറുതെ ക്രൂരതകൾ കാണിക്കുന്നതല്ലെന്ന് അവന് മനസ്സിലായി. അവളുടെ ഗെയിംസ് അവൾക്ക് ഫാമിലിയുടെ ഹെൽപ്പും ലവും കെയറും ചോദിക്കാനുള്ള ഒരു മാർഗമാണ്. ഷെർലോക്ക് തന്റെ സഹോദരി എപ്പോഴും ആഗ്രഹിച്ചിരുന്ന സ്നേഹവും പരിചരണവും പ്രകടിപ്പിക്കുന്നു. അതുവഴി യൂറസ് ശാന്തയാവുകയും ഷെർലോക്കിനെയും വാട്സണെയും മൈക്രോഫ്റ്റിനെയും ഫ്രീ ആക്കുകയും ചെയ്യുന്നു. അവളെ അവർ തിരികെ ജയിലിലേക്ക് അയക്കുന്നു. പക്ഷെ ഇപ്പോൾ ഷെർലോക്ക് ഇടയ്ക്കിടെ അവളെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സോ അവൾ ഇനി ഒറ്റയ്ക്കല്ല. അവസാനം ബേക്കർ സ്ട്രീറ്റിലെ അവരുടെ തകർന്ന ഫ്ളാറ്റ് നന്നാക്കാൻ വാട്സൺ ഷെർലോക്കിനെ സഹായിക്കുന്നു. അവിടെ ഇരുന്ന് മേരിയുടെ മരണത്തിന് മുൻപ് അവൾ റെക്കോർഡ് ചെയ്ത ഒരു അവസാന വീഡിയോ മെസ്സേജ് അവർ കാണുന്നു. ആ മെസ്സേജിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് തുടരാനും കൂടുതൽ ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവൾ അവരോട് പറയുന്നു. അപ്പോൾ അതാണ് ഷെർലോക്ക് എന്ന സീരീസ്. റീക്യാപ്സ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം മിസ്റ്റേക്സ് തോന്നിയാലോ സജഷൻസ് ഉണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്ത് കാണാൻ താല്പര്യമുള്ള ഫിലിംസ് ആൻഡ് സീരീസ് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.